നമസ്കാരം. ഫിംഗർ പ്രിന്റിലേക്ക് സ്വാഗതം. കുറ്റകൃത്യങ്ങളുടെ വ്യവഹാരങ്ങളുടെ ലോകത്തെ പ്രധാന സംഭവങ്ങളിലേക്ക്. 7 വർഷങ്ങൾക്ക് ശേഷം നാടുവിട്ടുപോയ ഭർത്താവിനെ തൊണ്ടി സഹിതം ഭാര്യ പിടികൂടി. അഭിഭാഷകയെ ഭീഷണിപ്പെടുത്തിയ ജഡ്ജിമാർക്കെതിരെ നടപടി. ഐഷ റഷയുടെ മരണത്തിൽ ആൺസുഹൃത്തിനെതിരെ പോലീസ് നടപടി. ഭർത്താവിനെ കൊലപ്പെടുത്തിയ ഭാര്യയ്ക്ക് ജീവപര്യന്തം ശിക്ഷ ഉറപ്പായി. 7 വർഷങ്ങൾക്ക് ശേഷം നാടുവിട്ടുപോയ ഭർത്താവിനെ തൊണ്ടി സഹിതം ഭാര്യ പിടികൂടി. മറ്റൊരു യുവതിക്കൊപ്പം ഭർത്താവ് ചെയ്ത റീൽസാണ് ചതിവായത്. 7 വർഷങ്ങൾക്ക് മുമ്പ് കാണാതായ ഭർത്താവിനെ ഭാര്യ മറ്റൊരു സ്ത്രീയുമൊത്തുള്ള ഇൻസ്റ്റഗ്രാം റീൽസിൽ കണ്ടെത്തിയതിനെ തുടർന്ന് അറസ്റ്റ് ചെയ്തു. യുപിയിലെ ഹർദോയിലാണ് സംഭവം. ബബ്ലു എന്നറിയപ്പെട്ടിരുന്ന ജിതേന്ദ്രകുമാറിനെ 2018 കാണാതായത്. 2017 ഷിലു എന്ന യുവതിയുമായി ജിതേന്ദ്രയുടെ വിവാഹം നടക്കുന്നത്. വിവാഹം കഴിഞ്ഞ് 1 വർഷത്തിനുള്ളിൽ ഇരുവരും തമ്മിലുള്ള ബന്ധം വഷളായി. സ്ത്രീധനവുമായി ബന്ധപ്പെട്ട ഭർതൃഗൃഹത്തിൽ പീഡനമേൽക്കേണ്ടി വന്നതായി ഷിലു പരാതിയും നൽകിയിരുന്നു. സ്വർണം നൽകാത്തതിന് ഭർതൃഗൃഹത്തിൽ നിന്ന് തന്നെ പുറത്താക്കിയതായി യുവതിയുടെ പരാതിയിൽ ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് ജിതേന്ദ്രകുമാറിനെ കാണാതാകുന്നത്. 2018 ഏപ്രിലിൽ ജിതേന്ദ്രയുടെ അച്ഛൻ മകനെ കാണാനില്ലെന്ന് പരാതി നൽകി. തുടർന്ന് പോലീസ് വിപുലമായ തിരച്ചിൽ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. ഇയാളെക്കുറിച്ച് കാര്യമായ സൂചനകളൊന്നും ലഭിച്ചിരുന്നില്ല. ജിതേന്ദ്രയുടെ കുടുംബം ഷിലുവിനും ബന്ധുക്കൾക്കുമെതിരെ നിരവധി ആരോപണങ്ങളും ഉന്നയിച്ചിരുന്നു. ഷിലുവും ബന്ധുക്കളും ചേർന്ന് ജിതേന്ദ്രയെ കൊലപ്പെടുത്തി മൃതദേഹം നശിപ്പിച്ചു എന്നായിരുന്നു പ്രധാന ആരോപണം. ഇതുമായി ബന്ധപ്പെട്ട മാനസിക സംഘർഷങ്ങളിൽ കഴിയവെയാണ് ഷിലു തന്റെ ഫോണിൽ അപ്രതീക്ഷിതമായി ആ കാഴ്ച കണ്ട് ഞെട്ടിയത്. ഇൻസ്റ്റഗ്രാം റീൽസുകൾ കാണുന്നതിനിടെ പരിചിതനായ ഒരു മുഖം കണ്ടു. 7 വർഷം മുമ്പ് കാണാതായ തന്റെ ഭർത്താവിൻ്റെതായിരുന്നു ആ മുഖവും റീൽസും. മറ്റൊരു സ്ത്രീക്കൊപ്പം ജിതേന്ദ്ര പ്രണയാർദ്രമായി നിൽക്കുന്ന ദൃശ്യങ്ങളായിരുന്നു കണ്ടത്. ജിതേന്ദ്ര തന്നെയാണ് ഇതെന്ന് ഉറപ്പുവരുത്തിയ ഷിലു ഉടൻ വിഷയം സന്ദില പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇയാൾ ലുധിയാനയിലേക്ക് താമസം മാറിയതായി കണ്ടെത്തി. അവിടെ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ച് പുതിയൊരു ജീവിതം ആരംഭിച്ചുവെന്നും തിരിച്ചറിഞ്ഞു. ഷിലുവിന്റെ പരാതിയുടെയും സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ ജിതേന്ദ്രയെ കസ്റ്റഡിയിലെടുത്തായി സന്ദില സർക്കിൾ ഇൻസ്പെക്ടർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്. അഭിഭാഷകയെ ഭീഷണിപ്പെടുത്തിയ ജഡ്ജിമാർക്കെതിരെ നടപടി. ഡൽഹി ഹൈക്കോടതിയാണ് ജഡ്ജിമാർക്കെതിരെ നടപടി സ്വീകരിച്ചത്. ബലാത്സംഗ പരാതി പിൻവലിപ്പിക്കാൻ യുവ അഭിഭാഷകയെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ ഡൽഹി സാകേത് കോടതിയിലെ 2 ജഡ്ജിമാർക്കെതിരെ നടപടിയുമായി ഡൽഹി ഹൈക്കോടതി. ജില്ലാ ജഡ്ജി സഞ്ജീവ് കുമാർ സിംഗിനെ സസ്പെൻഡ് ചെയ്തു. മറ്റൊരു ജഡ്ജിയായ അനിൽകുമാറിനെതിരെ അച്ചടക്ക നടപടിക്കും ഹൈക്കോടതി ശുപാർശ ചെയ്തു. ഒരു അഭിഭാഷകനെതിരെ അഭിഭാഷക നൽകിയ ബലാത്സംഗ പരാതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഇവർ സമ്മർദ്ദം ചെലുത്തിയതായും പരാതി പിൻവലിക്കാൻ 30 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തതായും അഭിഭാഷക നൽകിയ പരാതിയിൽ പറഞ്ഞിരുന്നു. ജൂലൈ മാസത്തിലാണ് 27-കാരിയായ അഭിഭാഷക ഹൈക്കോടതി ജഡ്ജിക്ക് പരാതി നൽകിയത്. അഭിഭാഷകനെതിരെ നൽകിയ പരാതി പിൻവലിപ്പിക്കാൻ ഈ ജഡ്ജിമാർ വലിയ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. ജഡ്ജിമാരുടെയും കീഴിൽ പരാതിക്കാരി ജോലി ചെയ്തിരുന്നു. കേസ് പിൻവലിച്ചാൽ 30 ലക്ഷം രൂപ വാഗ്ദാനം നൽകാമെന്നും അഭിഭാഷകയ്ക്ക് വാഗ്ദാനം ചെയ്തു. കേസ് പിൻവലിക്കില്ലെന്ന് പറഞ്ഞപ്പോൾ അഭിഭാഷകയുടെ സഹോദരനെ കേസിൽ കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും യുവതിയുടെ പരാതിയിൽ പറയുന്നുണ്ട്. പരാതി ലഭിച്ചയുടനെ ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ നിർദ്ദേശപ്രകാരം വിജിലൻസ് പ്രാഥമിക അന്വേഷണം നടത്തി. പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്നുള്ള വിജിലൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഓഗസ്റ്റ് 28 ചേർന്ന ഡൽഹി ഹൈക്കോടതിയിലെ ഫുൾ കോർട്ട് റഫറൻസിലാണ് നടപടിക്കുള്ള തീരുമാനമുണ്ടായത്. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്. ഐഷ റഷയുടെ മരണത്തിൽ ആൺസുഹൃത്തിനെതിരെ പോലീസ് നടപടി. നിരവധി തെളിവുകൾ ലഭിച്ച സാഹചര്യത്തിലാണ് ആൺസുഹൃത്തിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തീരുമാനിച്ചത്. കോഴിക്കോട് സരോവരത്തെ വീട്ടിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയ ഐഷ റഷയുടെ മരണത്തിൽ ആൺസുഹൃത്തിനെതിരെ മാരകമായ തെളിവുകൾ കണ്ടെത്തി. മരിച്ച ഐഷ റഷയുടെ വാട്സ്ആപ്പ് ചാറ്റുകളാണ് പോലീസ് കണ്ടെത്തിയത്. ഐഷ കടുത്ത മാനസിക സമ്മർദ്ദത്തിൽ ആയിരുന്നുവെന്നും ജിം ട്രെയിനറായ ബഷീറുദ്ദീനും ഐഷയുമായി നിരന്തരം വഴക്കുണ്ടായിരുന്നുവെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഐഷയുടെ സുഹൃത്തുക്കളുടെ മൊഴിയെടുത്ത ശേഷം ബഷീറുദ്ദീനെ അറസ്റ്റ് ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക വിവരങ്ങൾ ഉൾപ്പെടെ അടിസ്ഥാനത്തിൽ ഐഷയുടേത് ആത്മഹത്യയാണെന്നാണ് പോലീസിന്റെ നിഗമനം. കോഴിക്കോട് അത്തോളി സ്വദേശിയായ ഐഷയെ കഴിഞ്ഞ ദിവസമാണ് സരോവരത്തെ ആൺസുഹൃത്തിന്റെ വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്. ഭർത്താവിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ഭാര്യയ്ക്ക് ജീവപര്യന്തം ഉറപ്പായി. ഇവരുടെ കാമുകനെ തെളിവുകൾ ഇല്ലാത്ത സാഹചര്യത്തിൽ കോടതി വെറുതെ വിട്ടു. കൊച്ചിയിൽ കാമുകനുമായി ചേർന്ന് ഭർത്താവിനെ കഴുത്തുമുറുക്കി കൊലപ്പെടുത്തിയെന്ന കേസിൽ പ്രതിയുടെ ജീവപര്യന്തം ശിക്ഷ ഹൈക്കോടതി ശരിവെച്ചു. കാക്കനാട് മനക്കക്കടവ് സ്വദേശി സജിതയ്ക്ക് സെഷൻസ് കോടതി വിധിച്ച ശിക്ഷയാണ് ജസ്റ്റിസ് ജയശങ്കരൻ നമ്പ്യാർ, ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യൻ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് ശരിവെച്ചത്. സാഹചര്യത്തിൽ
തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ശിക്ഷ വിധിച്ച വിചാരണ കോടതി ഉത്തരവിൽ ഇടപെടാൻ കാരണങ്ങൾ ഇല്ലെന്ന് വിലയിരുത്തിയാണ് ഉത്തരവ്. സെഷൻസ് കോടതി ഉത്തരവിനെതിരെ സജിത നൽകിയ അപ്പീൽ തള്ളുകയും ചെയ്തു. അതേസമയം കൊലപാതകവുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്ന തെളിവുകൾ ഇല്ലാത്തതിനാൽ രണ്ടാം പ്രതിയും യുവതിയുടെ കാമുകനുമായിരുന്ന പാമ്പാടി സ്വദേശി ടിസൻ കുരുവിളയെ വെറുതെ വിട്ടത് ചോദ്യം ചെയ്യുന്ന സർക്കാരിന്റെ അപ്പീലും തള്ളി. 2011 ഡിസംബർ 23 പുലർച്ചെയാണ് സജിതയുടെ ഭർത്താവ് കൊച്ചേരി പോൾ വർഗീസിനെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അന്വേഷണത്തിൽ കഴുത്തിൽ മുറുക്കിയും ശ്വാസം മുട്ടിച്ചും കൊലപ്പെടുത്തിയെന്ന് കണ്ടെത്തിയിരുന്നു. തൃക്കാക്കര പോലീസ് അന്വേഷണം നടത്തിയ കേസിൽ സജിത ഒന്നാം പ്രതിയും ടിസൻ രണ്ടാം പ്രതിയുമായിരുന്നു. ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ സമഗ്രമായ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് വിചാരണ കോടതി പ്രതിയെ ശിക്ഷിച്ചതെന്ന് ഡിവിഷൻ ബെഞ്ച് വിലയിരുത്തി. മരണം കൊലപാതകമാണെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം വ്യക്തമാക്കുന്നുണ്ട്. സംഭവ സമയത്ത് ഹർജിക്കാരി മുറിയിലുണ്ടായിരുന്നു എന്നതും നിഷേധിക്കുന്നില്ല. തുടർന്നാണ് ജീവപര്യന്തം ശിക്ഷ ശരിവെച്ചത്. എന്നാൽ രണ്ടാം പ്രതിയുടെ കാര്യത്തിൽ കുറ്റകൃത്യത്തിലുള്ള പങ്ക് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ലെന്നും ഡിവിഷൻ ബെഞ്ച് വിലയിരുത്തി. പ്രോസിക്യൂഷന് വേണ്ടി സീനിയർ ഗവൺമെന്റ് പ്ലീഡർ TR രഞ്ജിത്ത് ഹാജരായി. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്. ഫിംഗർ പ്രിന്റ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.